ഇറാൻ തീരത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കുന്നുകൂടുന്നത് കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. നമ്മുടെ കടൽ തീരങ്ങൾ ശത്രുക്കളുടെ ശ്മശാനങ്ങളാക്കാൻ ഇറാനു ശേഷിയുണ്ട്. ഈ കപ്പലുകൾ നമ്മുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വെറും കടലാസ് വഞ്ചികൾ മാത്രമാണ്. ഇത് പറയുമ്പോൾ അയത്തുള്ള ഖമീനിക്കുണ്ടായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് വെളിപ്പെട്ടത് ഇന്നാണ്. അതേ, US-ന്റെ അക്രമ ഭീഷണികളെ വെല്ലുവിളിച്ച് ഇന്ന് ഇറാൻ തെക്കൻ തീരങ്ങളിൽ അത്യുഗ്രൻ സൈനികാഭ്യാസം നടത്തിയിരിക്കുന്നു. ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളും അടക്കം യുദ്ധോപകരണങ്ങൾ നിരത്തിയായിരുന്നു ആ സൈനിക അഭ്യാസ പ്രകടനം. കരയിൽ നിന്നും കടലിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, റോക്കറ്റുകൾ, പീരങ്കികൾ, വിവിധ ഇനം ഡ്രോണുകൾ എന്നിവയെല്ലാം ഈ സൈനികാഭ്യാസത്തിൽ ഇറാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുന്നത് അത്ര എളുപ്പമാകില്ലെന്ന അമേരിക്കൻ സംയുക്ത സൈനിക മേധാവിയുടെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. സേനാവിന്യാസം കാട്ടിയുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പും അന്ത്യശാസനവും തുടരുമ്പോഴും ഏകപക്ഷീയമായ കരാറുകൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാൻ മുന്നേറുകയാണ്. വിഭാഗത്തിനും ഗുണമുള്ള വിൻ വിൻ സാഹചര്യം ഒരുങ്ങുന്നതിനനുസരിച്ചായിരിക്കും ചർച്ചകളുടെ വിജയമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രാജ്യം അനുവദിക്കുന്നത് പോലും കൃത്യമായ പ്രോട്ടോകോളുകൾക്കും പാർലമെന്ററി അനുമതികൾക്കും ശേഷം മാത്രമായിരിക്കും. അതായത് വിദേശ രാജ്യങ്ങൾക്ക് കയറിമയാൻ രാജ്യം തുറന്നുകൊടുക്കാൻ ഇറാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ലെന്നു സാരം. ഒരു വിഭാഗത്തിനു മാത്രം ഗുണമുള്ള ധാരണകൾ അംഗീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായിരിക്കും പങ്കെടുക്കുക. സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുകയും സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമായിരിക്കും അമേരിക്കയുമായി ഇറാൻ ഒരു കരാറിലെത്തുകയുള്ളൂ. അതെ, അവർ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരുക്കമല്ലെന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.